ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം. വിനോദസഞ്ചാരികൾക്കെതിരെയുണ്ടായ വെടിവെപ്പിൽ 27 പേർ കൊല്ലപ്പെട്ടു. 2 വിദേശികൾ കൊല്ലപ്പെട്ടതായി സൂചന. മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നുവെന്നും റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിലെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അപലപിച്ചു. ഭീകരാക്രമണം ഞെട്ടിക്കുന്നതും വേദനാജനകവുമെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു. അന്വേഷണം NIA ഏറ്റെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ്. നിലവിലെ സ്ഥിതിഗതികൾ എങ്ങനെ? ആഭ്യന്തരമന്ത്രി കശ്മീരിൽ എത്തിയിട്ടുണ്ട്. ഏത് നിലയിലാണ് ഏകോപനവും മറ്റു കാര്യങ്ങളും? അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുന്ന ഭീകരാക്രമണമാണ് ഇന്ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും വിനോദസഞ്ചാരികളുടെ നേരെയാണ് ഇപ്പോൾ ഭീകരാക്രമണം നടന്നിരിക്കുന്നത്. നിലവിൽ 27 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ചും ഈ മേഖലകളിലൊക്കെ തന്നെയും വിവിധ രാജ്യങ്ങളിൽ നിന്നും അതോടൊപ്പം രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനത്ത് നിന്നും നിരവധി ആളുകളാണ് ഈ മേഖലയിലേക്ക് വിനോദസഞ്ചാരത്തിൽ ഭാഗമായി എത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ എത്തിയിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് സൈനിക വേഷത്തിലെത്തിയിട്ടും അതോടൊപ്പം സാധാരണ വേഷത്തിലുമായിട്ടുള്ള ആളുകൾ സമീപിക്കുകയും പിന്നീട് കുശലാന്വേഷണത്തിന് ശേഷം നേർക്കുനേർ വെടിയുതിർക്കുകയുമായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദൃക്സാക്ഷികളൊക്കെ തന്നെയും വിലയിരുത്തുന്നത്. എന്തായാലും നിലവിൽ 27 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം 17 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ പഹൽഗാമിലെ ഗവൺമെൻറ് ആശുപത്രിയിലെ ചികിത്സയിൽ കഴിയുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും നൽകാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ശ്രമമുണ്ടാകുന്നില്ല എന്നുള്ളതും ഏറ്റവും നിർണായകമായ കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ മറച്ചു വെക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പ്രത്യേകിച്ചും 12:30 കൂടിയാണ്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുള്ളത് എന്നതാണ് മലയാളികളടക്കമുള്ള ആളുകൾ അവിടെ നിന്നും സ്ഥിരീകരിച്ചിരുന്നത്. അതേസമയം 2:30 കൂടിയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് എന്ന വിവരമാണ് കേന്ദ്ര സർക്കാർ പങ്കുവെക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിലുകൾ, അതായത് ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകളൊക്കെ തന്നെയും ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ ഭീകരാക്രമണം നടന്ന് അല്ലെങ്കിൽ വെടിവെപ്പ് നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നീക്കം ആരംഭിച്ചത്. അതുമാത്രമല്ല, ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട ഭീകരരെ പിടിച്ചു എന്നുള്ള വിവരം കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കുന്നതിനാൽ മേഖലയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ സൈന്യത്തിൻ്റെ അതോടൊപ്പം സുരക്ഷാ സേനയുടെയും വിവിധ കമ്പനികളൊക്കെ തന്നെയും ഈ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഹെലികോപ്റ്ററും ഡ്രോണും ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ തന്നെയും നടക്കുന്നുണ്ട്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളും കേന്ദ്ര സർക്കാർ ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ചും കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെ കേന്ദ്രത്തിന്റെ വലിയ അവകാശവാദം ഈ നിലയിൽ ഭീകരാക്രമണ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ തോതിൽ അത് അവസാനിപ്പിക്കാൻ തന്നെ കേന്ദ്ര സർക്കാരിനായിട്ടുണ്ട് എന്നുള്ള നിലയിലായിരുന്നു. പക്ഷെ നോക്കൂ, ഇപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇത്രയധികം പേരുടെ മരണം പോലും സ്ഥിരീകരിക്കുന്ന ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. കൃത്യമായും വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള നീക്കമായിരുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു ഓപ്പറേഷൻ, ആ ഓപ്പറേഷന്റെ നില പരിശോധിക്കുമ്പോൾ മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ കേന്ദ്രത്തിന്റെ വീഴ്ച, ഇത്ര മണിക്കൂറുകളായിട്ടും വിശദ വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ പോലും ആകാത്ത സാഹചര്യം. ഇപ്പോൾ അവിടെയുള്ള ആളുകളോട്, ഷെഫീഖ് അവിടുത്തെ ഒരു ടൂർ ഓപ്പറേറ്ററാണ്, അപ്പോൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന അവർ കൃത്യമായി പറയുന്നത് വിനോദസഞ്ചാരികൾ ഒരുപാട് എത്തുന്ന മേഖലയാണ്. വളരെ വലിയൊരു സുരക്ഷാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒന്നും സാധാരണ നിലയിൽ അവിടെ ഉണ്ടാകാറില്ല. അപ്പോൾ ആ പഴുത് ഭീകരർക്ക് കൃത്യമായി ഉപയോഗിക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വേഷത്തിൽ തന്നെ അവിടേക്ക് എത്തിച്ചേർന്ന് ആക്രമണം നടത്താനും സാധിച്ചു എന്നുള്ളത് വാസ്തവത്തിൽ വലിയ വീഴ്ചയാണ് നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നുണ്ടല്ലേ? അസിത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ മേഖലകളിലൊക്കെ തന്നെയും നിരവധിയായിട്ടുള്ള വിനോദസഞ്ചാരികളൊക്കെ തന്നെയും ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഈ മേഖലകളിലൊക്കെ തന്നെയും എത്തുന്നത്. പ്രധാനമായും ഇതൊരു നേരത്തെ ഈ ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ഭീകരാക്രമണങ്ങളും അതോടൊപ്പം ഏറ്റുമുട്ടലുകളും ഉണ്ടായിട്ടെങ്കിൽ പോലും ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും ഈ തുലിപ് സീസൺ അടക്കമുള്ള വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു സമയമാണ് ഇപ്പോൾ. ഇത്തരം പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷ വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തേണ്ടിയിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും പ്രതികരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ സുരക്ഷ ഏർപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാരിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും ഈ സൈന്യത്തിൻ്റെ വേഷത്തിലും അതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള, അതായത് ഈ മേഖലയിലെ സാധാരണക്കാരാണെന്ന് തോന്നിക്കുന്ന 2 വേഷധാരികളായിട്ടുള്ള ആളുകളുമാണ് ഇത്തരത്തിൽ തങ്ങളെ സമീപിച്ചത്
എന്ന കാര്യമൊക്കെ തന്നെയാണ് ദൃക്സാക്ഷികളും വെളിപ്പെടുത്തുന്നത്. അത്തരത്തിൽ നമ്മുടെ സംവിധാനങ്ങളൊക്കെ തന്നെയും അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭീകരാക്രമണം നടത്താൻ ഇത്തരം സംഘടനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഖേദകരമായി കാണുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ വീഴ്ചയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കശ്മീരിൻ്റെ 365 പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം ഭീകരാക്രമണത്തെയും അതോടൊപ്പം ഇത്തരത്തിൽ തീവ്രവാദത്തെയും രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുമെന്നുള്ള വലിയ അവകാശവാദമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം BJP സർക്കാരുകളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ വലിയ തിരിച്ചടി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ വിനോദസഞ്ചാരികളുടെ ഇടയിലേക്ക് ഇത്തരത്തിൽ വന്നുകൊണ്ട് വലിയ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലകളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയർന്നേക്കും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അടക്കം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ 27 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ഥിരീകരണം നൽകാൻ ഇതുവരെയും ആഭ്യന്തര മന്ത്രാലയത്തിനും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനും സാധിച്ചിട്ടില്ല. എന്തായാലും ഇതിൻ്റെ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തുന്നതിന് ആവശ്യമായിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട്. ശ്രീനഗറിൽ എത്തിയതിനു ശേഷം ഉന്നത തല ഉദ്യോഗസ്ഥരുമായി മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ അബ്ദുൾ റഷീദ് ഇനി അറിയേണ്ട കാര്യം ഇപ്പോൾ ഉച്ചയോടാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ പോലും ഇതിനോടകം പൂർണ്ണമായും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ മേഖലകളിലൊക്കെ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും ആളുകളെയൊക്കെ പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റാനും അപ്പോൾ ആ നിലയിൽ ഇനിയുള്ള മണിക്കൂറുകൾ അതെങ്ങനെയാണ് അവിടെ ഇപ്പോൾ അതിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് അബ്ദുൾ റഷീദ്? ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ അതായത് 2:40 കൂടി നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ മാത്രമാണ് കൊല്ലപ്പെട്ടിരുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകിയിരുന്നത്. പിന്നീട് മണിക്കൂറുകൾക്ക് പിന്നാലെ അല്ലെങ്കിൽ മിനിറ്റുകൾക്ക് പിന്നാലെയാണ് മരണസംഖ്യ വലിയ തോതിൽ ഉയർന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അപകടം നടന്നിട്ടുള്ള ഏരിയ നേരത്തെ ഷഫീഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹനങ്ങളിൽ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ നേരിട്ട് എത്തിപ്പെടാൻ സാധിക്കുന്നതല്ല. പ്രത്യേകിച്ചും ഇതൊരു ട്രെക്കിംഗ് മേഖലയാണ്. പർവ്വതത്തിൻ്റെ വിവിധ കോണുകളിലൂടെ മുകളിലേക്ക് പോകുന്ന ഒരു സഞ്ചാര കേന്ദ്രമാണ്. ഈ മേഖലയിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായി അല്ലെങ്കിൽ ആക്രമണം ഉണ്ടായത് തന്നെ ഈ മേഖലയിലുള്ളവരൊക്കെ തന്നെയും സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഒരു തടസ്സം നേരിട്ടുണ്ട്. പ്രത്യേകിച്ചും കാൽനടയായും അതോടൊപ്പം കുതിര, കഴുത എന്നിവരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ മേഖലകളിലേക്ക് ട്രെക്കിങ്ങിനായി വിനോദസഞ്ചാരികൾ അടക്കം എത്തുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെയും വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും നിരവധിയായിട്ടുള്ള കമ്പനികളെയും ഒക്കെ തന്നെയും സുരക്ഷാ സേനയും ഒക്കെ തന്നെയും ഈ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം ഈ മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഭീകരാക്രമണം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഏകദേശം 6 മണിക്കൂറുകൾ പിന്നിട്ടിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഭീകരനെ പിടിക്കാൻ ഇതുവരെയും സൈന്യത്തിന് ആയിട്ടില്ല. ഇത് വലിയ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്ത TRF അത് റെസിസ്റ്റൻസ് ഫ്രണ്ട് ആകട്ടെ പാക് ഭീകര സംഘടനയാണ്. 2023 ഇവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. എങ്ങനെ ഇവർ ഇവിടേക്ക് എത്തി എന്നുള്ളത്, ഏത് നിലയിൽ ഇവരുടെ ഓപ്പറേഷൻ നടന്നു എന്നുള്ളത്, അതിനുശേഷം എവിടേക്ക് പോയി എന്നുള്ളത് ഒരു വിവരങ്ങളിലും ഇതുവരെ ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. NIA ഏറ്റെടുത്തിട്ടുണ്ട് അന്വേഷണം എന്നുള്ളത് കൂടിയുണ്ട് അല്ലേ? അശ്വത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ മേഖലകളിലൊക്കെ തന്നെ പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിൻ്റെ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ മേഖലകളിലായി ഇത്തരത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ചും ഈ വാഹന പരിശോധന അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നടക്കാറുണ്ട്. പക്ഷേ ഈ സൈനിക വേഷത്തിൽ പോലും എത്തിയിട്ടും ഇത് കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ ദ്രുതഗതിയിൽ എടുക്കാൻ കേന്ദ്ര സർക്കാരിന് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകരമായിട്ട് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു വലിയ ഭീകരാക്രമണം നടന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം NIA ഏറ്റെടുത്തിട്ടുണ്ട്. NIA സംഘം നാളെ കാശ്മീരിൽ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉന്നതതല ഉദ്യോഗസ്ഥർ, NIAയുടെ ഉന്നതതല ഉദ്യോഗസ്ഥരായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുക. പഴുതടച്ചുള്ള അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ NIA സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ മേഖലയിലുള്ളവരൊക്കെ തന്നെയും മലയാളികളടക്കമുള്ളവരൊക്കെ തന്നെയും സുരക്ഷിതരാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം ഈ പരിക്കേറ്റ ആളുകളെ നിലവിൽ ഇപ്പോൾ പഹൽഗാമിലെ ഗവൺമെൻറ്
ഗവൺമെൻറ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇവരുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി ഇവരെ ഹെലികോപ്റ്റർ മാർഗം ശ്രീനഗറിലേക്ക് എത്തിക്കും. നേരത്തെ ഷഫീഖ് നമ്മോട് പ്രതികരിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഈ മേഖലകളിലൊക്കെ തന്നെ ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ കൊടുക്കേണ്ട ഈ പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും വലിയ അപാകതകളുണ്ട്. പ്രത്യേകിച്ചും അസൗകര്യങ്ങൾ വിവിധ ആശുപത്രികളൊക്കെ തന്നെയും കാര്യമായിട്ടുള്ള സൗകര്യങ്ങളില്ല. ഇതൊക്കെ തന്നെയും വലിയ വീഴ്ചയായി തന്നെ പ്രത്യേകിച്ചും ജമ്മു കാശ്മീർ സർക്കാരിനെതിരെയും ഒരു ആരോപണമായി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ 13 പേരെയും ഉടൻ തന്നെ ശ്രീനഗറിലെ ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം കൊണ്ടുപോകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെയും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ പർവ്വത മേഖലകളിലും അതോടൊപ്പം ഈ വനമേഖലകളിലൊക്കെ തന്നെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ വീഴ്ചയായി തന്നെ ഇതിനെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങുകയാണ്. എന്തായാലും വരും മണിക്കൂറുകൾ ഇതുമായി ബന്ധപ്പെട്ട മരണസംഖ്യ ഉയർന്നേക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ തന്നെയും പ്രത്യേകിച്ചും ഒമർ അബ്ദുള്ള അടക്കം പങ്കുവെച്ചിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അബ്ദുൾ റഷീദ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ചില പ്രതികരണങ്ങൾ വന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ശക്തമായ തിരിച്ചടിക്കും, ആരെയും വെറുതെ വിടില്ല എന്ന നിലയിലുള്ളത്. പക്ഷേ അബ്ദുൾ റഷീദ്, ഇപ്പോൾ ഈ പുൽവാമ ഭീകരാക്രമണം ഉണ്ടായ സമയവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ ഓർക്കുകയാണ്. അതിനുശേഷം അന്നത്തെ ജമ്മു കാശ്മീരിലെ ഗവർണർ കൂടിയായിരുന്ന സത്യപാൽ മാലിക് പിന്നീട് ആ സംഭവങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട പല തുറന്നുപറച്ചിലുകൾ നടത്തിയത് നമ്മുടെ ഓർമ്മയിലുണ്ട്. ആ ഭീകരാക്രമണത്തെയും ആ സാഹചര്യത്തെയും ഒക്കെ BJPയും കേന്ദ്ര സർക്കാരും ഒക്കെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് പോലും ഉപയോഗിച്ചത് ഏത് നിലയിലാണ് എന്നതിന്റെ ഓർമ്മകളും നമുക്ക് മുൻപിലുണ്ട്. ഇപ്പോൾ സമാനമായ രീതിയിൽ മറ്റൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നു. ഇവർ ലക്ഷ്യം വെച്ചതാകട്ടെ വിനോദസഞ്ചാരികളെയാണ്. സുരക്ഷ കൃത്യമായി ഇല്ലാത്ത മേഖലകളെ തെരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ദിവസങ്ങളായി ഈ ഭീകരരുടെ നിരീക്ഷണം അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ അവർ ഇതിനു മുൻപത്തെ ദിവസങ്ങളിൽ അവിടെ വന്നു പോകുകയും സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കുകയും ആ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതൊന്നും തിരിച്ചറിയാനും മനസ്സിലാക്കാനും കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം ഭീകരാക്രമണ സാധ്യത പൂർണ്ണമായും ഇല്ലാതായി എന്ന് അവകാശപ്പെടുന്ന BJP സർക്കാരിനായില്ല എന്നത് ഒരുപാട് ചോദ്യങ്ങളിലേക്ക് നമ്മുടെയൊക്കെ ചിന്തകളെ എത്തിക്കുന്നുണ്ട്. അല്ലേ അബ്ദുൾ റഷീദ്? അസിത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ടും അതിന് പിന്നാലെയുണ്ടായിട്ടുള്ള ആരോപണങ്ങൾക്കൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിരുന്നത് ഇത്തരത്തിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഈ രാജ്യത്ത് ഭീകര സംഘടനകളെ നിരോധിക്കുക, അതോടൊപ്പം തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ അത്തരത്തിൽ നടപടിയെടുക്കും എന്നുള്ള ഒരു അവകാശവാദമായിരുന്നു BJPയുടെയും അതോടൊപ്പം പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഭാഗത്തുനിന്നുണ്ടായിരുന്ന. പ്രത്യേകിച്ചും ഈ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ഈ പ്രചാരണങ്ങളൊക്കെ തന്നെയും പ്രത്യേക പ്രചാരണ ആയുധമാക്കി എടുത്തിരുന്നത് BJP ഇത് തന്നെയായിരുന്നു. ജമ്മു കാശ്മീരിലെ വിവിധ മേഖലകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ മാവോയിസ്റ്റുകളുമായും അതോടൊപ്പം തീവ്രവാദികളുമായും ഭീകരരുമായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഈ ഇത്തരത്തിൽ തീവ്രവാദികൾക്കെതിരെ അല്ലെങ്കിൽ ഭീകരർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് തന്നെയുള്ള അവകാശവാദം മാത്രമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ള ഭീകരാക്രമണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടിരുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ വലിയ വീഴ്ച സൈന്യത്തിനും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനും ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും അപലപനീയമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ആർട്ടിക്കിൾ 365 ആർട്ടിക്കിൾ പ്രത്യേക അവകാശം അല്ലെങ്കിൽ ഇത്തരത്തിൽ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം രാജ്യത്ത് പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിൽ ഇത്തരത്തിൽ ഭീകരരെ ഒഴിവാക്കുക അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുക എന്ന ഒരു അവകാശവാദമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതിനൊക്കെ തന്നെയും ഇപ്പോൾ തിരിച്ചടിയാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ അവസാനത്തെ ഉദാഹരണമായി തന്നെ വേണം നമുക്കിപ്പോൾ പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തെ നിരീക്ഷിക്കാൻ. എന്തായാലും ശരി അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. വിനോദസഞ്ചാരികൾക്ക് നേരെ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ലഷ്കർ-ഇ തൊയ്ബ അനുകൂല സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. 27 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടകം തന്നെ കശ്മീരിലേക്ക് എത്തി സ്ഥിതിഗതികൾ ഏകോപിപ്പിക്കുകയാണ്. NIA അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അബ്ദുൾ റഷീദ്.